മഹാബലിപുരത്തെ ബീച്ചിൽ നിന്നും മദ്രാസിലെ സ്റ്റുഡിയോയിലേക്ക് മമ്മൂക്ക ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയിൽ അദ്ദേഹത്തോടൊപ്പം ഇരുന്നിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നമുക്കതൊരു ഭയങ്കര നിർവൃതിയോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് സാറിൻ്റെ കൂടെ. അപ്പോൾ മമ്മൂക്ക നേരം പോകണല്ലോ. അപ്പോൾ മമ്മൂക്ക എന്താ നിൻ്റെ പാരൻസിന് എന്താ പരിപാടി? ഞാൻ ടീച്ചേഴ്സായിരുന്നു. വീട് എവിടെയാണ്? ഒറ്റപ്പാലമാണ്. അപ്പോൾ ഞാൻ ഒറ്റപ്പാലത്താണ്. അപ്പോൾ ഒറ്റപ്പാലത്തുനിന്ന് വന്നു സിനിമയിൽ വന്നു. ഇപ്പോൾ കമലിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി. എത്ര വർഷമായിരുന്നു വെച്ചാൽ ഞാൻ 6-7 വർഷമായി. ഇപ്പോൾ എന്ത് നേടിയെന്ന് തോന്നുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് 3 പേർ ഡ്രസ്സും അമ്മ ഉണ്ടാക്കി തന്ന 5 കുപ്പി അച്ചാറുമായിട്ടാണ്. ഇപ്പം ഉണ്ടായതൊക്കെ നേട്ടമാണ്. ഏറ്റവും വലിയ നേട്ടം മലയാളത്തിലെ ഒരു വലിയ താരം എൻ്റെ ഡ്രൈവറാണ്. ഇപ്പോൾ അതും ഒന്നുമല്ല, ആദ്യത്തെ സിനിമയാണ്. എനിക്ക് ഈ പണി അറിയുമെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. ഈ മമ്മൂക്ക ഒക്കെ വന്നിട്ട് പല ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നെർവസ് ആവും. പിന്നെ നമുക്ക് ക്യാമറ അവിടെ വയ്ക്കുക ഇവിടെ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തമ്മിൽ വെറുതെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. എന്തിനാ പോലും അല്ല, ഞാനൊരു സിനിമ ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്തതിന് ശേഷം ആ സാധനവുമായിട്ട് നമുക്കടെ മുമ്പിൽ വരാം. എന്നിട്ട് എനിക്ക് ഡയറക്ഷൻ അറിയാമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം എനിക്കൊരു ഡേറ്റ് തന്നാൽ മതി. ഞാൻ അതിന് മുമ്പ് ഒരു ചെറിയ സെറ്റപ്പിലൊരു പടം ചെയ്തോളാം. അപ്പോൾ നമുക്ക് പറഞ്ഞു, ആദ്യത്തെ സിനിമയ്ക്കാണെങ്കിലേ ഡേറ്റ് കയറുള്ളൂ. നിന്റെ കയ്യിലുള്ള ഇത്രയും വർഷത്തെ എല്ലാം കൂടി നീ ഇറക്കാൻ പോണ സിനിമയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അത് തൊട്ടിട്ടുള്ള നിന്റെ പരിപാടികളാണ് അടുത്ത സിനിമകളിൽ വരിക. ഇത് നിന്റെ ഇതുവരെയുള്ള ജീവിതമാണ് ഇതിൽ നീ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സിനിമയിൽ ഇതിലാണെങ്കിൽ ഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ഡേറ്റ് ഇല്ലായിരുന്നു. അവിടെയാണ് മമ്മൂക്കനെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? അല്ലല്ല, അവിടെ ഞാനും ഒന്നും തീരുമാനിച്ചില്ല. ഞാൻ ചിരിച്ചു. മമ്മൂക്കയുടെ പതിവ് തമാശകളുടെ കൂട്ടത്തിലൊരെണ്ണമായിട്ട് ഞാനും കരുതിയുള്ളൂ. മമ്മൂക്ക ആ സീൻ എടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു അത് പറയാൻ. പക്ഷെ മമ്മൂക്ക പറഞ്ഞോ, കോഴിക്ക് പകരം വല്ല പുലിയോ വല്ല ആനയോ വല്ലോ ആണെങ്കിൽ ഞാൻ മമ്മൂക്കയെ പോലെ കൂടിയാണ്. അല്ലല്ല, മമ്മൂക്ക ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള ഭയങ്കര കീൻ ഒബ്സർവേഷൻ ഉള്ള ഒരാളാണ്. അപ്പം ആ സീൻ എടുത്തതിന് ശേഷം മമ്മൂക്ക പിന്നീട് വേറെ ആരോടോ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. ആ സീൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നൊരു സീനാണ്. വളരെ സിമ്പിളായിട്ട് പിടിക്കുന്നതെന്ന് തുടങ്ങാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞ കോഴിയുടെ വോയിസിൽ നിന്നൊക്കെ തുടങ്ങാവുന്നൊരു സീനാണ്. പക്ഷെ അവനെ കുറിച്ച് ഞാൻ വിചാരിച്ചത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് അവൻ ആ സീൻ എടുത്തപ്പോഴാണ് എന്ന്. അപ്പൊ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ പേടിച്ചിട്ടാണോ പറഞ്ഞത് നമുക്ക് ഈ കോഴിയുടെ പുറകെ ഓടേണ്ട വരും എന്നുള്ളത്? ഇല്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മമ്മൂക്ക ഒരു സ്റ്റാർ ആണെന്നോ വലിയ ആളാ അങ്ങനെ ഒരു സാധനം വേറെ ലെവലിലേക്ക് എത്തി. അല്ല, വൺസ് നമ്മള് സിനിമ ചെയ്യുമ്പോൾ നമ്മളെല്ലാം മറന്ന് അത് സിനിമയുടെ വിജയമാണ് പ്രധാനം. അത് അപ്പൊ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ ലാലുവിനെ വിളിച്ച ആൾക്കാരെ പോലെ പല ആൾക്കാരും മമ്മൂക്കയും വിളിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സിനിമയിൽ പറഞ്ഞാല് ഒരാളുടെ ഇമേജിനെ കുറിച്ച് വലിയ കോൺഷ്യസ് ആണ് ആൾക്കാർ. അതെ, അത് മമ്മൂക്കനെയും ബാധിച്ചു. അത് കുറച്ചു കാലം എന്നോടൊരു പിണക്കം സൂക്ഷിക്കുന്ന ലെവലിലേക്ക് പോയി. അത് ഞങ്ങൾ തമ്മിൽ പിന്നെ കണ്ടാൽ ഞാൻ പുള്ളിയുടെ കാണുമ്പോൾ ഒഴിഞ്ഞു പോയി നടക്കും. അത് എത്രയേറെ നീണ്ടു നിന്നു ആ ഒരു പിണക്കം? ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഞങ്ങൾ തമ്മിലൊരു സിനിമ ഉണ്ടാകുന്നത് 10 വർഷത്തിന് ശേഷം. 10 വർഷം നീണ്ടു നിന്നു ജനങ്ങളുമായിട്ട്. അപ്പൊ അത് നമ്മുടെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. ലാലു, അത് ഒരുപക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദത്തെയാണ് നിങ്ങളൊരു സിനിമയിലേക്ക് ആവാഹിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ആ ഗ്രാമത്തിൻ്റെ നൈർമല്യങ്ങളും അതിൻ്റെതായ എല്ലാ ചിഹ്നങ്ങളും ഉണ്ട്. പശു, മറ്റു കാര്യങ്ങൾ, ആയുർവേദം, മറ്റത് എല്ലാം വളരെ ആൾക്കാർക്ക് എൻജോയ് ചെയ്ത് കണ്ട രംഗങ്ങളാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രാമങ്ങളിൽ കാണുന്ന അതേ ബിംബങ്ങളും ചിഹ്നങ്ങളുമാണ് ആ സിനിമയിൽ വന്നിരിക്കുന്നത്. ഒരു കുട്ടിയുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ വരുന്നത്. അപ്പോൾ അത് ഒരു നടൻ ഒരു പക്ഷേ ഒരു സംവിധായകനെ വിശ്വസിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. പലപ്പോഴും ഒരു സിനിമയിൽ അതിൻ്റെ അനിവാര്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഒരാളെ വിശ്വസിക്കുക. അങ്ങനെ ലാലുവിനെ വിശ്വസിക്കാൻ ലാലു തയ്യാറല്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഒന്നാമത് ഞാനൊരു സിദ്ദിഖ് ലാലിനെ പോലെയോ സത്യനന്ദിക്കാടിനെ പോലെയോ ചെയ്ത സിനിമകൾ മുഴുവൻ ഹിറ്റാക്കിയ ഒരു സംവിധായകനല്ല. അല്ല, ഏറെക്കുറെ ലാലുവിന്റെ 2-3 സിനിമകൾ ഒഴിവാക്കിയ ബാക്കിയുള്ള സിനിമകളെല്ലാം ബോക്സ് ഓഫീസിന്റെ ആ ഒരു നീതമായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലും വന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ പരാജയങ്ങൾ നല്ലോണം കിട്ടിയ പരാജയങ്ങളൊക്കെ നല്ല ഗംഭീര പരാജയങ്ങളായിരുന്നു. ഇപ്പോൾ 2-ാം ഭാവം, പട്ടാളം, രസികൻ ഒക്കെ പരാജയപ്പെടുമ്പോൾ ഭയങ്കര പരാജയങ്ങൾ. പിന്നീട് ആ സിനിമകളൊക്കെ പിന്നീട് കണ്ടപ്പോൾ അതിനൊക്കെ ഒരു മാർക്കറ്റ് ഉണ്ട്. അല്ല, അത് ആ ചെയ്ത കാലത്ത് ഇപ്പം ലാലേട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞ കഥയും
അന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ താരങ്ങൾക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതാത് സമയത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അതാത് സമയത്തെ ആവശ്യങ്ങളെ കാറ്റർ ചെയ്യുന്ന. ലാലു ഒരു ഇപ്പം ലാലുവിൻ്റെ ഹിറ്റുകളിൽ ഒരുപക്ഷെ മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ ആഗ്രഹിച്ച ഏത് സിനിമയുള്ളത്?